വടകര റവന്യൂ ടവർ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ. പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്ഥലം വൃത്തിയാക്കുന്നതിനുള്ള നടപടികൾ പരിശോധിക്കുന്നതിനായി കേക്കരമ എംഎൽഎയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. വിവിധ കേസുകളിലായി എക്സൈസ്, റവന്യൂ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ പിടിച്ചെടുത്തതും കാലപ്പഴക്കം കാരണം ഉപയോഗിക്കാൻ പറ്റാത്തതുമായ നിരവധി വാഹനങ്ങൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കണം. ശേഷം കാട് വെട്ടിത്തളിച്ച പരിസരം വൃത്തിയാക്കണം. ഈ കാര്യങ്ങൾ എംഎൽഎയും സംഘവും പരിശോധിച്ചു. ULCCS ആണ് പ്രവൃത്തി ഏറ്റെടുത്തത്. അടുത്ത ദിവസം തന്നെ ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് എംഎൽഎ പറഞ്ഞു. നമ്മളെ റവന്യൂ ടവർ 25.78 കോടിയുടേത് പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2 വർഷമായി. പിന്നെ കുറേ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ വൈകിയതാണ്. ഇപ്പം അതിൻ്റെ എല്ലാ അതും അവസാനിച്ച് നമ്മൾ പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പ്രവൃത്തി തുടങ്ങാൻ ഈ സൈറ്റ് ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അത് ഇതിനകത്ത് എക്സൈസ് വകുപ്പ് പിടിച്ച കുറേ വാഹനങ്ങളുണ്ട്, റവന്യൂ പിടിച്ചെടുത്ത വാഹനങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഇവിടുന്ന് മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്, മാറ്റേണ്ടത്. അപ്പം അതിന് എന്തൊക്കെ ചെയ്യണമെന്നത് സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് ഇന്ന് തഹസിൽദാരുണ്ട്, എക്സൈസിലെ ഉദ്യോഗസ്ഥരുണ്ട്, വർക്കെടുത്ത ULCCയുടെ ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാവരും ചേർന്ന് ഇവിടെ പരിശോധന നടത്തിയത്. അപ്പം ഞായറാഴ്ച ഇതെല്ലാം മാറ്റി സൈറ്റ് ക്ലിയർ ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ പ്രവൃത്തി തുടങ്ങാനാണ് ആലോചിച്ചത്. അപ്പം ഞായറാഴ്ച ചെയർമാൻ ഉൾപ്പെടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ആലോചിച്ചത്. ഇത് പെട്ടെന്ന് ഇവിടെ വന്ന് ഇവരെ കണ്ട് ഈ സൈറ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ULCCയുടെ സെക്രട്ടറി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അവിടെ വന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ മാറ്റി അടുത്ത ദിവസം തന്നെ പ്രവൃത്തി തുടങ്ങും. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.